ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള വ്യക്തിത്വ സവിശേഷതകളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് പ്രവർത്തനത്തിനും ഊർജം കൊടുക്കുന്നത് അവൻ്റെ ഇന്നർ മൈൻഡാണ്. ഓരോ നിമിഷവും അവിടെ പലതരത്തിലുള്ള ഊർജം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. ഈ എനർജി ലെവൽ കൂടുന്നതനുസരിച്ച് ആരോഗ്യവും സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ പങ്കാളികളെ സംബന്ധിച്ച് സംതൃപ്തമായ ദാമ്പത്യത്തിന് ഒരു പ്രത്യേക എനർജി ലെവൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ പൂർണ്ണ സംതൃപ്തി കിട്ടാനായിട്ട് പങ്കാളികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ദാമ്പത്യത്തിനകത്തുള്ള സന്തോഷവും സംതൃപ്തിയൊക്കെ കൂടുതൽ നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോരുത്തരുടെയും സാഹചര്യം ഓരോ രീതിയിലാണ്. അവിടെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ ഈ ബന്ധപ്പെടുന്നതിനകത്ത് തന്നെ പല മെത്തേഡുകളുണ്ടെങ്കിലും പൊതുവായിട്ടുള്ള ചില രീതികളുണ്ട്. അത് പങ്കാളിക്ക് കൂടുതൽ ആത്മവിശ്വാസവും സംതൃപ്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫോർ പ്ലേക്കകത്തായിരിക്കും ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളുള്ളത്. ഓരോരുത്തരുടെയും സാഹചര്യവും ഭാവനയൊക്കെ അനുസരിച്ച് അതിൻ്റെ രീതിക്ക് മാറ്റം വരും. ഇവിടെ രണ്ടുപേരും പങ്കാളിയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വളരെ പ്രധാനമാണ്. ചിലർക്കാണെങ്കിൽ ഈ സമയത്ത് സ്നേഹത്തിൻ്റേതായിട്ടുള്ള കുറച്ച് സോഫ്റ്റായിട്ടുള്ള വാക്കുകൾ പറയുന്നതാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് ഈ സമയത്ത് വലിയ സ്നേഹപ്രകടനമൊന്നും ഇഷ്ടമല്ല, കാമത്തിൻ്റേതായ വാക്കുകളും പെരുമാറ്റങ്ങളുമാണ് ഇഷ്ടം. ചില സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാം പങ്കാളി ചെയ്യട്ടെ, പ്രത്യേകിച്ച് ഒരു രീതിയോടും താല്പര്യമില്ല എന്ന മനോഭാവമാണ്. എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില പ്രത്യേക രീതികളോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയോട്, മെത്തേഡിനോട് വളരെയേറെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തുള്ള മിക്കവാറും ഇഷ്ടങ്ങളൊക്കെ തന്നെ ഒരു ഹാബിറ്റിൻ്റെ ഫലമായിട്ട് ഉണ്ടായി വരുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ ഭാഗത്തെ സ്പർശനത്തിനും ഓരോ രീതിയിലുള്ള അനുഭൂതിയാണ് വരുന്നത്. ചുംബനങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓരോ ഭാഗത്തും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതിനകത്തൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തിൽ എങ്ങനെ എത്തിച്ചേരുന്നു എന്നതാണ് പ്രധാനം. ചിലർക്കാണെങ്കിൽ പല രീതികളും ഇങ്ങനെ മാറി മാറി ചെയ്തിട്ട് അവസാനം ഒരു മെത്തേഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ഇനി പങ്കാളി ഇതിനകത്ത് എത്ര സ്മാർട്ടാണെങ്കിലും എത്ര കഴിവുള്ള ആളാണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ചിന്ത ഇതിനകത്ത് വേണം. എന്നുവെച്ചാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക രീതികളോട്, ചില പ്രത്യേക ഭാഗത്തിനോട് ഒരിഷ്ടം ഉണ്ടായിരിക്കണം. അപ്പം വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പങ്കാളിക്കാണെങ്കിലും ഇവരുടെ ഒരു ആകർഷണം കൂടുതലായിരിക്കും. ഈ പുരുഷനെ സംബന്ധിച്ച് ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ആകർഷണത്തിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, അവർ ബോധപൂർവം വിചാരിച്ചാൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നത്തില്ല. എന്നാൽ അവർ കാണുന്ന ആളിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ, അവരുടെ ചില രീതികൾ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും അവർക്ക് ആകർഷണം തോന്നുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ പങ്കാളിയുടെ ആരോഗ്യവും രൂപഭംഗിയും ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ്. യഥാർത്ഥത്തിൽ ഈ മെൻ്റൽ ബോഡി എന്ന് പറയുന്നത് വലിയൊരു ഊർജ്ജ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വിജയകരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മെൻ്റൽ ബോഡിയെ സ്വാധീനിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ലെവലിലേക്ക് ബ്രെയിൻ സിസ്റ്റം പോകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് സമയം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് മാറിടത്തിൽ ചെയ്യുന്ന ചില ക്രിയകൾ പ്രത്യേക രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹാർഡ് നേച്ചറാണോ സോഫ്റ്റ് നേച്ചറാണോ എന്നൊക്കെ ഒരാളിൻ്റെ റെസ്പോൺസ് കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഏത് രീതിയാണെങ്കിലും അത് കുറേ സമയം അടുപ്പിച്ച് ചെയ്യുമ്പോൾ പങ്കാളി ഒരു പ്രത്യേക മൂഡിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇവിടെ സംതൃപ്തിയായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ പങ്കാളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ചില പ്രത്യേക സമയങ്ങളിൽ സ്പീഡ് കൂടുതലായിട്ട് വേണ്ടതായിട്ടുണ്ട്. പങ്കാളിയെ സംബന്ധിച്ച് അവരുടെ ബ്രെയിനിൽ ഈ സമയത്തൊരു ഗിയർ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും അതിൻ്റെ സ്പീഡിനകത്ത് വ്യത്യാസം വരണം. ഇവിടെ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള ഫീലിങ്സാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇവിടെയും ചില റെസ്പോൺസ് നോക്കിയാണ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും കാലിൻ്റെയും കൈയുടെയും ചലനങ്ങൾ, കണ്ണിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ. എന്നുവെച്ചാൽ കണ്ണുകൾ നന്നായിട്ട് അടച്ച് ഏതോ അജ്ഞാതമായ ഒരു പോയിന്റിലേക്ക് ബ്രെയിൻ ഏകാഗ്രപ്പെടുന്നുണ്ട്. ഈ സമയത്ത് യാതൊരു തരത്തിലുള്ളൊരു ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ ഒരു തടസ്സവും അവിടെ ഉണ്ടാകരുത്. ഈ സമയത്ത് എല്ലാ നാഡീഞരമ്പുകളുടെയും മസിൽസിൻ്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് ഇവിടെ കുറച്ച് പ്രാക്ടീസ് വന്നു കഴിയുമ്പോൾ ചില ശബ്ദത്തിൽ കൂടി തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതുകൊണ്ട് ഏത് രീതിയാണെങ്കിലും പൂർണ്ണ സംതൃപ്തിക്ക് പങ്കാളിയുടെ റെസ്പോൺസ് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.